ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചോറിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റണ ഒരു തക്കാളി ചമ്മന്തിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന്. ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണ നന്നായി ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടണ സമയത്ത് 2 വറ്റൽമുളക് ഇതുപോലെ നടുവ് കീറിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. പച്ചമുളകൊന്ന് മൂക്കുമ്പോൾ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഒരു സവാള വേണം. ഒരു സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് പകുതിയായിട്ട് അരിയാം. അത് നല്ല ചെറുതാക്കി അരിയേണ്ട ആവശ്യമില്ല. സവാള ഇതുപോലെ നീളത്തിൽ അല്ലെങ്കിൽ ഇതിൻ്റെ പകുതിക്കായിട്ട് അരിഞ്ഞാൽ മതി. അപ്പോൾ സവാള ഇട്ട് കൊടുത്തൊന്ന് വഴറ്റാം. സവാള ഒന്ന് വേഗം വഴണ്ടി വരാനായിട്ട് നമുക്കൊരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് വഴണ്ടി കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അതൊരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. മുളകൊക്കെ ഇതിൽ കിടന്നിട്ട് നന്നായി ഒന്ന് മൂക്കണം. എന്നാലും നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇത് വഴറ്റിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ മുളകൊക്കെ വേഗം കരിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിത് ചെരിച്ചിട്ടാണ് അരിഞ്ഞേക്കുന്നത്. വട്ടനെ നീളനൊക്കെ അരിഞ്ഞിട്ടാലും കുഴപ്പമൊന്നുമില്ല പച്ചമുളക്. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയൊക്കെ മതിയാവും. ഇതിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മുളകൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. സവോളയും എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 2 തക്കാളിക്ക് ഒരു സവാള, അങ്ങനെയാണ് തക്കാളി ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ എടുക്കേണ്ടത്. തക്കാളി എപ്പോഴും കൂടുതലായി നിൽക്കണം, എന്നാലാണ് ഈ ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് തക്കാളിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ചമ്മന്തി നിങ്ങൾ ചോറിൻ്റെ കൂടെയാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ പിന്നെ വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് ഗ്രേവിയൊക്കെ വേണം തോന്നും. അങ്ങനെയാണെങ്കിൽ മാത്രം ഒരു 1/2 ഗ്ലാസ് എങ്ങാനും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി വേവിച്ചെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. നേരത്തെ സവാള വഴറ്റാനായി കുറച്ച് ഉപ്പല്ലേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ തക്കാളിയും കൂടിയും ചേർത്ത് ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് വേഗം ഉടഞ്ഞ് കിട്ടാനായിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം, ഉടച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് വെന്ത് കഴിയുമ്പോഴേക്കും ഇങ്ങനെ ആക്കുമ്പോൾ തക്കാളി ഒന്ന് വേഗം ഉടഞ്ഞ് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് സമയമൊന്നുമില്ല, വേഗം തക്കാളി വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ മൂടി വെച്ച് വേവിക്കുകയാണെങ്കിൽ തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ ഉടച്ചു കൊടുത്താൽ വേഗം തന്നെ തക്കാളി ചമ്മന്തി റെഡിയാവും. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ മെല്ലെ മെല്ലെ വഴറ്റി കൊടുത്തിട്ടായാലും നമുക്ക് തക്കാളി ചമ്മന്തി ഉണ്ടാക്കാം. പിന്നെ തക്കാളി നന്നായി ഉടഞ്ഞ് കുഴമ്പ് രൂപത്തിലാവണ്ട, ഇടയ്ക്കൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടണം. അപ്പോഴാണ് തക്കാളി ചമ്മന്തിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ നമ്മുടെ തക്കാളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി എണ്ണ തെളിഞ്ഞ് വരാനായിട്ട് ഒരു 2 മിനിറ്റ് നന്നായി തീ കുറച്ചിട്ടൊന്ന് വെക്കാം. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് എന്നെ അറിയിക്കുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഞാനിത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പോവുകയാണേ. അപ്പോൾ ബൈ.